ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷന് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ അവരുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ട് ഒരു തകർച്ച സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ചിലരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കും, ഇപ്പം മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഈഗോ പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കില്ല ഈ ഒരു തകർച്ച വന്നിട്ടുണ്ടാവുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികളുടെ ഒരു കൈകടത്തൽ കൊണ്ട് മാത്രമായിരിക്കണം. ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടാവാം. അപ്പോൾ ചില സമയത്ത് അത് ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ ഫാമിലി ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പുറമേ ഉള്ളൊരു സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകെ നാശപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അതിനകത്ത് തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലായിരിക്കും. ഒരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അതായത് ചില കേസിൽ നമുക്ക് ഇനി തള്ളണോ കൊള്ളണോ എന്ന് പോലും അറിയാൻ പറ്റാതെ ആകെ പെട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ളത് വളരെ പെട്ടെന്നായിരിക്കാം. നിങ്ങൾ പോലും ഒരിക്കലും കരുതാതിരിക്കുന്ന ഒരു സമയത്ത്. ഇപ്പോൾ ചില കേസിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, പതിയെ പതിയെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സാഹചര്യം വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബന്ധം മുറിഞ്ഞു പോകാറായി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് സെൽഫായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മാറ്റം സംഭവിക്കുന്നോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ലെന്നോ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നോ നിങ്ങൾ കരുതിയിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു നിർണായക ഘട്ടം വരുമ്പോൾ അവരവരുടെ സേഫ്റ്റി അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ആ ഒരു വഴി, ആ ഒരു സ്വന്തമായിട്ടുള്ള പാത തിരഞ്ഞെടുത്ത് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി സ്റ്റേറ്റസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, വിദ്യാഭ്യാസ യോഗ്യതയോ കരിയർ വൈസോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി ഈ ഒരു പേഴ്സൺ മുകളിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം പേരായാലും ഇവരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതായത് ചിലവരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയോ അല്ലെങ്കിൽ ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവോ അതെല്ലാം വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ എല്ലാ ഫീലിങ്സും വളരെ എക്സ്ട്രീമായിട്ട് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹമാണെന്നുണ്ടെങ്കിലും മറ്റാർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ ഒരു പേഴ്സൺ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും കെയർ ചെയ്ത് നിങ്ങളെ കൊണ്ടു നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അത്രയേറെ ആകർഷണം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള വികാരങ്ങളാണെന്നുണ്ടെങ്കിലും അതും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയും എക്സ്ട്രീമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേറ്റസ് ഇപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ള രീതിയിൽ വേർപിരിഞ്ഞ് മാറി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ വളരെ ഒരു ലെസ് കോണ്ടാക്റ്റിൽ പോകുന്നവരായിരിക്കാം.
അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഏത് തരത്തിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. രണ്ടുപേരും ഇതിനകത്ത് തന്നെയുണ്ട്. കാരണം മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകണോ എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഡെക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റ് ഇരിക്കുന്ന ആ ഒരു 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കാരണം ഇൻഡിസിഷൻ എനർജിയാണ്. ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ വളരെ ബ്ലൈൻഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യമില്ല. വേണമെന്നാണെന്നുണ്ടെങ്കിലും വേണ്ടെന്നാണെന്നുണ്ടെങ്കിലും ഒരു തീരുമാനമാണ്. അപ്പോൾ അതെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു ധൈര്യം കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് ഇരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ സിറ്റുവേഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, അവരുടെ നിങ്ങളോടുള്ള ഒരു മനോഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടെന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ പോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കി വിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബന്ധമല്ല നിങ്ങൾ തമ്മിലുള്ളത്. അത് ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് അന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, എനിക്കിനി ആവശ്യമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു മൈൻഡിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതാണ് അവരുടെ ഒരു ഇന്നർ വോയിസ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നർ വോയിസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു തരത്തിൽ തന്നെയാണ്. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും നമ്മളുടെ ഒരു മനസ്സ് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും കണ്ടിട്ടില്ല ഇന്ന് വരെ ഈ മനസ്സ് എന്ന് പറയുന്ന സംഗതി എവിടെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം തീർച്ചയായിട്ടും നമുക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാനോ സാധിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം ആ ഒരു ഹ്യൂമൻസ് ആയതുകൊണ്ടും അത്രയും ആ ഒരു എക്സ്ട്രാ പവറിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടും നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് പലപ്പോഴും ഈ പറഞ്ഞ ഒരു ഇന്നർ വോയിസ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ചിലപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യും, ചിലപ്പോൾ കൺസിഡർ ചെയ്യാറില്ല, നമ്മളുടെ തോന്നലാണെന്ന് പറഞ്ഞ് വിട്ട് കളയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു പേഴ്സണ് മാനസികമായിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വ്യക്തി ഫിസിക്കലി വിചാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ മാറി നിന്ന് കഴിഞ്ഞാൽ പോലും അവരുടെ ഒരു മൈൻഡ് വോയിസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് അവർ തീർച്ചയായിട്ടും അനുഭവിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട്ലിനെസ് എനർജിയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഇമേജിനകത്ത് കാണുന്ന പോലെ രണ്ട് മരങ്ങൾ പരസ്പരം ഒന്നായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് പൂത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ആ ഒരു യൂണിയൻ, ആ ഒരു സ്പിരിച്വൽ യൂണിയൻ പോലെയുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് വേരോടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ ഒരു മാനസികാവസ്ഥയിലും അതിനകത്ത് ആ ഒരു തടസ്സം നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രൊജക്ഷൻസ് എനർജി പോലെ തന്നെ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് പരസ്പരം ഏതെങ്കിലും തരത്തിലൊരു ടെലിപ്പതിക് രീതിയിലോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ നിൽക്കുന്നു. അത് ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു രണ്ടുപേരും മാറി നിൽക്കേണ്ടുന്ന ഒരു സമയമായതിൻ്റെ ഒരു ദോഷമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും കാണാത്ത ഒരു മറ നിങ്ങൾക്കിടയിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തടസ്സമാണ് നിങ്ങളെ തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിലുള്ളൊരു സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന ഒരു പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയായിരിക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വകയായിട്ട് കിട്ടുന്ന ആ ഒരു പ്രഷറായിരിക്കും. ഒരു തരത്തിലും നിങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ സാധിപ്പിക്കില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ആരെങ്കിലും ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ്സ്, ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് പറഞ്ഞിട്ട് പോലും അവർക്ക് സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തത്. മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എത്രയൊക്കെ ഇഷ്ടവും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പേഴ്സൺ കൂടുതലും അവരുടെ ഒരു വഴി, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സെൽഫ് പാത്താണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ അവർ കുറച്ച് അവരുടെ കാര്യങ്ങളിൽ സെൽഫിഷാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് അധികം തട്ടുകേട് ഉണ്ടാവോ എന്ന് നോക്കിയിട്ടേ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമായിട്ട് വരുന്നൊരു കാര്യം ആണ് നിങ്ങൾക്കിടയിൽ നിൽക്കുന്നതെങ്കിൽ അതും ഇവർ നിങ്ങളിലേക്ക് വരാത്തതിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാത്തതിൻ്റെ ഒരു കാരണമാവാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോട്ടാലിറ്റി എനർജി കാണാം. അതിനകത്തുള്ള ഒരു ഇമേജിലുള്ളതുപോലെ ഒരു തരം ഞാണിന്മേൽ കളിയാണ്. അതായത് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ താഴെ വീഴുന്നൊരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇനി ഈ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു വഴി. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫിയർ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്.
അപ്പോൾ ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് എത്രത്തോളം ആഗ്രഹിച്ചു കഴിഞ്ഞാലും അവരെന്ന് പറയുന്ന വ്യക്തിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിൽ ആലോചിച്ച് ഒരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളാകെ തകരാറിലാവുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റ് പീരീഡിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും അമിതമായിട്ട് ഇടപഴകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുന്നതോ ഈ ഒരു പേഴ്സണിന് ചിലപ്പോൾ ഇഷ്ടമായിരിക്കണം എന്നില്ല. കാരണം ഇവിടെ നമുക്കത് കാണാം, നിങ്ങൾ കൈവിട്ട് പോകുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവരായിട്ട് തന്നെ ചെന്ന് ചാടിക്കൊടുത്തതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഒരു സിറ്റുവേഷനായിട്ട് വന്നു ചേർന്നതാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടും മുന്നിലേക്ക് വരാൻ കഴിയാത്തത് ഇതിനകത്ത് നിൽക്കുന്ന തടസ്സങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാതെ മാറി നിൽക്കുന്നത്. നമ്മൾ ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഉത്തരത്തിലുള്ളത് എടുക്കാൻ വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിനകത്തേക്ക് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വരണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരു പാച്ചപ്പ് ഉണ്ടായി മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഇൻറ്റഗ്രേഷൻ എനർജി നമുക്കിവിടെ കാണാം. അതായത് എന്തോരം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും എന്തൊക്കെ ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ചേർന്ന് പോകുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒന്നായി പോകണം, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു മൈൻഡ് വോയിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഞാണിന്മേൽ കളി പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആയി പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നത്തിങ്നെസ്, ഇരുട്ടാണ്. അപ്പോൾ ഒരു കുറച്ച് കാൽവെപ്പ് എടുത്ത് വെക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നു. അതാണ് ഇവിടുത്തെ ഒരു സ്ട്രോങ് റീസൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ഭയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്താതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ അതുകൊണ്ട് തന്നെ കാണാം ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോസ്റ്റ്പോൺമെൻറ്റ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമല്ല, കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സിറ്റുവേഷൻ മാറി മറിയും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം ഈ ഒരു പേഴ്സണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എങ്കിലും നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ കൈവിട്ട് പോകുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻലി കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഒരു ധൈര്യക്കുറവാണ്. ചിലപ്പോൾ ഇവർ നിങ്ങളോട് സംസാരിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ പൊതുവെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നൊക്കെ ആയിരിക്കും ഇവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ധൈര്യശാലിയായിട്ടൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ മാനസികമായിട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവരുടെ മനസ്സിന് യാതൊരു ബലമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ പല കാര്യങ്ങളെ പേടിച്ച് ഒരു തീരുമാനം എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ഇൻറ്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ മറ്റാർക്ക് സ്വന്തമാവരുതെന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തന്നെ ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലാത്ത ഒരവസ്ഥയാണ്. അത് പിന്നത്തേക്ക് മതി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് കുറച്ച് പേഷ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റ്പോണ്ട് ചെയ്ത് പോകുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഇതല്ല അതിന് അനുകൂലമായിട്ടുള്ള സമയം. കുറച്ചും കൂടി കഴിയട്ടെ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിന്തിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ ഒരു ഫിയർ കൊണ്ടാണ് ആ ഒരു ചിന്താഗതി ഇതിനകത്ത് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ ആയിരിക്കാം. ചിലപ്പോൾ ഇവരുടെ ഒരു ഫാമിലിയൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഭയപ്പെട്ടൊന്ന് മാറി നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് ടൈം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇവിടുത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജിയും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷനൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇത് കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെ ധൈര്യത്തോടു കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ കാണാം.